Welcome. Next adjustment treatment of interest on debentures. So interest for the full accounting year should be shown in the statement of profit and loss. Interest accrued but not due and interest accrued and due should be disclosed under the head other current liabilities in the balance sheet. So the company is required to deduct tax at source before paying interest to debenture holders. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇൻട്രസ്റ്റിനെ കുറിച്ചാണ്. ഡിബെഞ്ചേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. സോ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിക്സഡ്. whether there is profit or loss, we must be responsible for paying interest to debenture holders. സോ കമ്പനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇൻട്രസ്റ്റ് മസ്റ്റായിട്ടും എന്ത് ചെയ്യും, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണം. സോ വാട്ട് എവർ ഇൻട്രസ്റ്റ് ഫോർ ദ ഫുൾ അക്കൗണ്ടിങ് ഇയർ ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ഓർ ലോസിൽ ഇൻട്രസ്റ്റ് ഫുള്ളായിട്ട് നമ്മൾ കാണിക്കണം. ഇനി ഇൻട്രസ്റ്റ് അക്രൂഡ് അല്ലെങ്കിൽ നോട്ട് ഡ്യൂ, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റത്തിനെ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് പോർഷനെ നമ്മൾ അതർ കറൻറ്റ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ ആ ഒരു ഐറ്റം കാണിക്കണം. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രീസ് വരുന്നത് നോക്കാം. വെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ബിക്കംസ് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇൻകം ടാക്സ് ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ഇവിടെ ഇൻകം ടാക്സ് വരാനുള്ള കാരണം ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് വേണം. അതായത് നമ്മൾ സോഴ്സിൽ നിന്ന് തന്നെ ടാക്സിനെ ഡിഡക്റ്റ് ചെയ്യണം. സോഴ്സ് മീൻസ് കമ്പനി തന്നെ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ടാക്സ് കുറച്ചിട്ടായിരിക്കണം ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുക. എന്നിട്ട് കമ്പനി നേരിട്ട് ഈ ഒരു ടാക്സ് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് കൈമാറുന്നു, ഗവൺമെൻറ്റിന് കൈമാറുന്നു. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻകം ടാക്സ് പേയബിൾ ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു 10,000 രൂപയാണെന്ന് വിചാരിക്കാം. അതിൻ്റെ ഒരു 10% നമ്മൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് 10,000-ഉം ടു ടാക്സ് ഇൻകം ടാക്സ് പേയബിൾ, അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് 10,000-ൻ്റെ 10% 1000. അപ്പോൾ ബാക്കി ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടി വരുന്നത് ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് നെറ്റ് എമൗണ്ട് ആണ്, അതായത് 9,000. ഓക്കെ, ഇതാണ് ഈ ഒരു ജേണൽ എൻട്രി. അടുത്തത് വെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ഈസ് പെയ്ഡ്. ഇത് നമ്മൾ ഡ്യൂ ആകുന്ന സമയത്തുള്ള എൻട്രിയാണ് ആദ്യം പറഞ്ഞത്. ഇനി ഇൻട്രസ്റ്റ് ആക്ച്വലി പേ ചെയ്യുമ്പോഴുള്ള എൻട്രി ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക്. എത്രയാണോ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് അത് അപ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് ക്ലോസ് ആയി പോകുന്നു. ദെൻ വെൻ ഇൻട്രസ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മൾ ഇനി ഇൻട്രസ്റ്റിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. സോ അത് ക്ലോസ് ചെയ്യാനുള്ള എൻട്രി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. സോ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞതിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ എന്ന് പറഞ്ഞതിൽ ഡെബിറ്റ് ബാലൻസ് എത്രയാണ് ഉണ്ടായിരുന്നത്? 10,000 റുപ്പീസാണ്. അതായത് ഇൻക്ലൂഡിങ് ടാക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ആ ഫുൾ എമൗണ്ടിനെ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. വെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ബിക്കം ഡ്യൂ ബട്ട് ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഓക്കെ, സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗ്രോസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഷുഡ് ബി ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അണ്ടർ ദ ഹെഡ് ഫിനാൻസ് ആക്ട്. സോ ഇൻട്രസ്റ്റിനെ നമ്മൾ കാണിക്കുന്നത് ഫിനാൻസ് കോസ്റ്റ് എന്നുള്ളതിൻ്റെ അണ്ടറിലാണ്. അത് ഗ്രോസ് എമൗണ്ട് ആണ് കാണിക്കുക, അതായത് ഫുൾ എമൗണ്ട് ഇൻക്ലൂഡിങ് ടാക്സ്. Income tax payable, that is tax deducted at source payable to government, should be shown in the balance sheet under the head other current liabilities. ഇൻകം ടാക്സ് പേയബിളിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതർ കറൻറ്റ് ലൈബിലിറ്റീസ് എന്നുള്ള ഹെഡിലാണ് കാണിക്കുന്നത്. വെൻ ഇറ്റ് ഈസ് പെയ്ഡ് ടു ഗവൺമെൻറ്, ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. ആക്ച്വലി അത് ഗവൺമെൻറ്റിന് പേ ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും ആൻഡ് ഇൻകം ടാക്സ് ബാങ്ക് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. അങ്ങനെ ഇൻകം ടാക്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഷുഡ് ബി ആഡഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇൻ ദ നോട്ട്സ്. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നത് എങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റിനോട് കൂടെ അത് ആഡ് ചെയ്തിട്ട് കാണിക്കും. സെയിം എമൗണ്ട് മേ ഓൾസോ ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് അതർ കറൻറ്റ് ലൈബിലിറ്റീസ്. ഓക്കെ, ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. അതിൻ്റെ മുന്നേ, ഈവൺ ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ്,
ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വൈൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് പ്രത്യേകിച്ചൊന്നും ഇൻട്രസ്റ്റിനെ കുറിച്ച് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആണെന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ദ കൺസിഡറേഷൻ. കാരണം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത ശതമാനമാണ്. ഫോർ എക്സാമ്പിൾ 1,00,000 റുപ്പീസാണ് ഡിബഞ്ചേഴ്സ് എന്ന് വിചാരിക്കാം. 1,00,000-ൻ്റെ 10% ഡിബഞ്ചേഴ്സ് എന്നാണ് സാധാരണ പറയുക. അതായത് ഈ ഡിബഞ്ചേഴ്സിൻ്റെ നെയിമിനോട് കൂടെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റും കൂടെ കാണിക്കും. അപ്പോൾ 10% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഡിബഞ്ചേഴ്സിന് 10% ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. സോ 10% 1,00,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,000 റുപ്പീസ് എന്തായാലും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് പെയ്ഡ് എന്നുള്ളതിൽ ഒരു 8,000 ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി 2,000 ഔട്ട്സ്റ്റാൻഡിങ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് ഇത്ര എമൗണ്ട് ആയിരിക്കണം എന്നുള്ളത് ഒരു റൂളുണ്ട്. ഓക്കെ. When the amount of debentures, rate of interest and interest on debentures paid is given, it is possible to understand whether there is outstanding interest or not. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ്, അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് 1,00,000, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പെയ്ഡ് എമൗണ്ട് ആയിരിക്കും ട്രയൽ ബാലൻസിൽ തരിക. ആ പെയ്ഡ് ഇപ്പോൾ 8,000 ഉള്ളൂ എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് 2,000 ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലും അഡ്ജസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും അഡ്ജസ്റ്റ് ചെയ്യണം. സോ നമുക്കതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫോളോയിങ് ഇസ് ദ എക്സ്ട്രാക്റ്റ് ഓഫ് ട്രയൽ ബാലൻസ് ഓഫ് ABC ലിമിറ്റഡ് ആസ് ഓൺ 31st March 2022. ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത് നോക്കാം. 10% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് 2,50,000 തന്നിട്ടുണ്ട്. അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 12,500, അത് എക്സ്പെൻസസ് ആയതുകൊണ്ട് അതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. 12,500 ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് 10% ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അതായത് 2,50,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 25,000 ആണ് വരിക. 25,000 ആണ് ആക്ച്വലി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അതിൽ 12,500 കൊടുത്തിട്ടുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് പേയബിൾ ഓൺ 31st March and 30th September each year. ഷോ ഹൗ ദ എബോവ് ഐറ്റം വിൽ അപ്പിയർ ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ്. സോ നമ്മളുടെ ഡ്യൂട്ടി എന്താണ് ഇവിടെ? ഇതിൽ ഇൻട്രസ്റ്റിന് നമ്മൾ കാണിക്കണം. എവിടെയൊക്കെയാണ് കാണിക്കുക, എന്തൊക്കെയാണ് കാണിക്കുക. സോ ഈ ഒരു ഐറ്റത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് 25,000 ഇൻട്രസ്റ്റ് വരേണ്ട സ്ഥാനത്ത് എത്രയാണ് കൊടുത്തിട്ടുള്ളൂ? 12,500 കൊടുത്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് വീണ്ടും 12,500 എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ നമ്മളവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റിൻ്റെ എൻട്രി കൂടെ പാസ് ചെയ്യണം. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് 25,000. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പെയ്ഡ് 12,500. സോ ദ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് 12,500. നത്തിങ് ഈസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്. ഇല്ലേ, ക്വസ്റ്റ്യനിലൊന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇൻട്രസ്റ്റ് ഫോർ ദ ഫുൾ ഇയർ ഈസ് 25,000. അത് നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞതിൽ നിന്ന് ക്ലിയർ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആസ് ഫിനാൻസ് കോസ്റ്റ്. സോ നമുക്ക് നോക്കാം അതിനെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഫിനാൻസ് കോസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ ഈ 25,000-നെ കാണിക്കണം. ഓക്കെ. ദെൻ അതിൽ ഈ ഫിനാൻസ് കോസ്റ്റ് 25,000 എങ്ങനെയാണ് വന്നത്? അതിനെ നമ്മൾ നോട്ടായിട്ട് എഴുതുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പെയ്ഡ് 12,500, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 12,500, ടോട്ടൽ 25,000. അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. നമുക്കറിയാം അതിൽ ഫൈനൽ ഫിഗർ മാത്രമേ കാണിക്കുള്ളൂ. നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഐറ്റത്തിൻ്റെ ഫൈനൽ ഫിഗർ മാത്രമേ കാണിക്കുള്ളൂ. അതിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ നോട്ട്സിലാണ് കാണിക്കുക. ഇനി ബാലൻസ് ഷീറ്റിൽ ഇത് എങ്ങനെയാണ് വരിക? ബാലൻസ് ഷീറ്റിൽ ബോറോയിങ്സ് എന്ന് പറയുന്നത്, അതായത് 2,50,000 ഡിബഞ്ചേഴ്സ് ബോറോയിങ്സ് എന്നുള്ള അണ്ടറിലാണ് വരിക. ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, അതായത് നോൺ കറൻറ്റ് ലയബിലിറ്റിയാണ്, ലോങ് പീരീഡിലേക്കുള്ള ലയബിലിറ്റിയാണ്. ദെൻ അതർ കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ അണ്ടറിലുള്ള അതർ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന ഹെഡിലാണ് എന്ത് വരിക? ഔട്ട്സ്റ്റാൻഡിങ് ഫിഗർ വരിക. ഓക്കെ. സോ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഫിഗർ പിന്നെ ഇതിൻ്റെ നോട്ട്സാണ് ഇപ്പുറത്ത് കാണിച്ചിട്ടുള്ളത്. നമുക്കിതിൽ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, ആഡ് ചെയ്യാനോ ലെസ് ചെയ്യാനോ ഒന്നുമില്ല. സോ അത് നേരിട്ട് ഇവിടെ എഴുതിയാലും മതി. ഓക്കെ. ദെൻ അനദർ പ്രോബ്ലം. വെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനാണ് ഈ ഐറ്റം തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അപ്പിയറിംഗ് ഓൺ ദ ട്രയൽ ബാലൻസ് മീൻസ് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ്. ഇഫ് ദിസ് ഇൻട്രസ്റ്റ് ഈസ് ദ നെറ്റ് എമൗണ്ട് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ടാക്സ്, it should be grossed up.
അതായത് നെറ്റ് എമൗണ്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യണം, ആഡ് ചെയ്യണം. ദിസ് ഗ്രോസ് എമൗണ്ട് ഈസ് ഡെബിറ്റഡ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ്. നേരത്തെ നമ്മൾ കണ്ട പ്രോബ്ലത്തിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഒന്നും വന്നിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ഇനി നമ്മൾ പറയാൻ പോകുന്നതിൽ TDS ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. If tax deducted at source is not paid to government, it will be shown in the balance sheet in the notes to the account under other current liabilities. TDS കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ശരിക്കും TDSൻ്റെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ കമ്പനി തന്നെ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നതിന് മുന്നേ അതിൽ നിന്നുള്ള ടാക്സ് എമൗണ്ട് മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് ഈ ടാക്സ് നേരിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നു. സപ്പോസ് കമ്പനി ഇവരുടെ അടുത്തുനിന്ന് മാറ്റി വെച്ചു, പക്ഷേ അത് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടില്ല, ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊടുക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അതർ കറൻറ്റ് ലൈബിലിറ്റീസ് എന്നുള്ള അണ്ടറിലാണ് കാണിക്കുക. സോ ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ഈസ് ദ എക്സ്ട്രാക്റ്റ് ഓഫ് ദ ട്രയൽ ബാലൻസ് ഓഫ് XYZ ലിമിറ്റഡ് ആസ് ഓൺ 31st March 2022. ഇതിൽ തന്നിരിക്കുന്ന ഐറ്റംസ് നോക്കുക. 10% ഡിബഞ്ചേഴ്സ് 5 lakh. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ലെസ് 10% ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 22,500. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10% ഡിബഞ്ചേഴ്സാണ് 5 ലക്ഷം രൂപ. സോ നമുക്കറിയാം എത്രയായിരിക്കും അതിന് ഇൻട്രസ്റ്റ് വരിക, 5 ലക്ഷത്തിൻ്റെ 10%, അതായത് 50,000. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആക്ച്വലി പേ ചെയ്തിട്ടുള്ളത് 22,500. ഈ 22,500 എന്ന് പറയുന്നത് 10% TDS കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഈസ് പേയബിൾ ഓൺ 31st March ആൻഡ് 30th September each year. ഷോ ഹൗ ദി എബോവ് ഐറ്റംസ് വിൽ അപ്പിയർ ഇൻ ദ ഫൈനൽ അക്കൗണ്ട്. സോ എങ്ങനെയാണ് ഇത് കാണിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ ഗ്രോസ് എമൗണ്ട് ഗ്രോസ് അപ്പ് ചെയ്യണം. എങ്ങനെയാണ് ഇത് ഗ്രോസ് അപ്പ് ചെയ്യുക? നമുക്കറിയാം ഗ്രോസ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ 22,500 ആണ് കൊടുത്തിരിക്കുന്ന എമൗണ്ട്. 22,500 എന്ന് പറഞ്ഞാൽ 10% TDS കുറച്ചിട്ടുള്ള എമൗണ്ടാണ്. അതായത് 10% കുറച്ച് കഴിഞ്ഞാൽ 100-ൽ നിന്ന് 10 കുറച്ച് 90. അതായത് 22,500 ഡിവൈഡഡ് ബൈ 90 into 100. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 25,000. അതായത് ആക്ച്വൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 25,000 ആണ്. 25,000-ൻ്റെ 10%, അതായത് പിന്നെ ടാക്സ് എന്ന് പറയുന്നത് 2,500 ആണ്. ഓക്കെ, ഈ 2,500 25,000-ൽ നിന്ന് കുറച്ചിട്ട് അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 22,500 രൂപയാണ് ടാക്സ് കൊടുത്തിട്ടുള്ളത്, ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. ഫോർ ദ ഫുൾ ഇയർ ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ ഇതെങ്ങനെയൊക്കെയാണ് കാണിക്കാൻ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസിൽ എങ്ങനെ കാണിക്കും, ഫിനാൻസ് കോസ്റ്റ് എന്നുള്ളതിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പെയ്ഡ് 25,000, അതായത് 22,500 പ്ലസ് 2,500, അതായത് 25,000. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് എത്രയാണ്, 25,000. അങ്ങനെ ടോട്ടൽ 50,000 നമ്മൾ ഫിനാൻസ് കോസ്റ്റ് എന്നുള്ളതിൽ കാണിക്കുന്നു. ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ലൈബിലിറ്റി എന്നുള്ളതിൽ ബോറോയിങ്സിൽ നമ്മൾ 5 lakh കാണിക്കുന്നു. ദെൻ കറൻറ്റ് ലൈബിലിറ്റി എന്നുള്ളതിൽ എന്തൊക്കെയാണ് വരുന്നത്, അതർ കറൻറ്റ് ലൈബിലിറ്റീസ് എന്നുള്ള അതിൻ്റെ അണ്ടറിലാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റും വരുന്നു. പ്ലസ് ഇൻകം ടാക്സ് പേയബിൾ, ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല, കൊടുക്കാനുള്ളതാണ്, പേയബിൾ എന്നുള്ളതിൽ 2,500 കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ 27,500 ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഓക്കെ.